ഹായ് ഹലോ, ഇന്നൊരു ഏത്തവാഴ കൂമ്പ് തോരനായാലോ. ആദ്യമായിട്ട് ഒരു ഏത്തവാഴയുടെ കൂമ്പ് കരിമ്പോളയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കൂമ്പ് തോരനിലേക്ക് ആവശ്യത്തിന് 2 പിടി വൻപയർ രാവിലെ ഒന്ന് കുതുക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം കുതിർന്ന് വന്നപ്പോൾ കുക്കറിലേക്ക് ഇട്ട് അല്പം ഉപ്പും ചേർത്ത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 മുതൽ 4 വിസിൽ വരെ നമ്മൾ വേവിച്ചെടുക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിലേക്ക് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് നല്ലോണം കൊന്ന് തിരുമ്മി കൊടുക്കാം. കാരണം ഇതിനകത്തിലെ കയ്പ്പൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ഇതിന് ആവശ്യത്തിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് 3-4 പീസ് വെളുത്തുള്ളി ഇടാം, ഒരു മുളക് ഇടാം, ആവശ്യത്തിന് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിവകകളായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, അരപ്പിനാവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം കരച്ചെടുത്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇത് കൂമ്പിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് കൂമ്പും ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പും തമ്മിൽ നല്ലോണം ഒന്ന് മിക്സ് ആവണം. അതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുക് വറുത്ത് കരിയാപ്പില ഇട്ട് നമ്മൾ ഈ അരിഞ്ഞ് മിക്സാക്കി വെച്ചേക്കുന്ന കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു മൂടി വെച്ച് നല്ലോണക്കൊന്ന് അടയ്ക്കാം. ഇത് വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളവും നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഉപ്പിടാൻ മറന്നു. നമ്മൾ നേരത്തെ അരപ്പിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളായിരുന്നു. ഇനി കുറച്ചുകൂടെ ഉപ്പിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ച് കൊടുക്കാം. ഹാഫ് വേവ് ആകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കുക്കറിനകത്തുനിന്ന് നമുക്ക് ഈ വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അടച്ച് വെച്ച് നല്ലോണം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതീയിൽ വേണേ. അങ്ങനെ നമ്മുടെ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്.